ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് വളരെ ടേസ്റ്റിയായ അതുപോലെ വളരെ ഡിഫറെൻറ്റ് സ്റ്റൈലൊരു ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇനി മുതൽ ചിക്കൻ വാങ്ങുമ്പോൾ ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പൊറോട്ടയ്ക്കൊക്കെ വളരെ ടേസ്റ്റിയായ ഒരു ചിക്കൻ കറിയാണ്. ഇതിനു വേണ്ടി ഞാൻ 1 കിലോ ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ നമുക്ക് ഇങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 2 സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടി 2 സ്പൂൺ ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സ്പൂണിൻ്റെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അടുത്ത് നമുക്കിതിലേക്ക് ഒരു 3/4 സ്പൂണോളം ഗരം മസാല, അതായത് പട്ട, ഏല, ഗ്രാമ്പൂ എല്ലാം കൂടെ പൊടിച്ച് ഗരം മസാല ഇട്ട് കൊടുത്തു. 4 സവാള ഞാനിവിടെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 1 പിടി മാത്രം എടുത്ത് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ മസാലക്കൂട്ടിലേക്കിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചത് പേസ്റ്റ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലോണം ഒന്ന് ആ പേസ്റ്റ് പോലെ അരച്ചെടുത്തു. നമ്മുടെ സവാള എല്ലാം കൂട്ട് അരച്ചെടുത്തൊരു മസാലയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് മസാല മാത്രമേ ആവശ്യമുള്ളൂ. ഇതിൽ നിന്നും കുറച്ചെടുത്ത് നമുക്ക് ഈ ചിക്കനിലൊന്ന് പുരട്ടി വയ്ക്കാം. നമ്മുടെ ഈ മസാലകളെല്ലാം തന്നെ നമ്മുടെ ചിക്കനിലൊന്ന് പിടിച്ചിട്ടണം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റിയായ ഒരു ചിക്കൻ കറിയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 15 മിനിറ്റെങ്കിലും ഇത് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് പെപ്പർ പൗഡർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം കുരുമുളകാണ് ഇതിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കാനുള്ള ടേസ്റ്റ്. അപ്പോൾ കുരുമുളക് നമുക്ക് ഇത്തിരി കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. നമുക്കൊരു പാൻ എടുത്ത് അടുപ്പത്ത് വയ്ക്കാം. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ നെയ്യാണ്. അപ്പോൾ നമ്മുടെ നെയ്യിലാണ് നമ്മുടെ സവാള ഒന്ന് വഴറ്റിയെടുക്കാനുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. ഈ സവാള കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് വഴറ്റി വരട്ടെ. ഇതിവിടെ വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. നമുക്കിനി അടുത്ത് ഇതേ പാനിൽ തന്നെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അതിൽ കുറച്ച് ഓയിൽ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ആ നെയ്യ് മാറ്റേണ്ട ആവശ്യമില്ല. നെയ്യിൽ കൂടി തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ മസാലകളെല്ലാം പുരട്ടി വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ ചിക്കൻ ഒന്ന് ഹാഫ് ബോയിൽ ചെയ്താണ് എടുക്കാനുള്ളത്. ഒരുപാടങ്ങ് വെന്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഈ മസാലകൾ പച്ച ചുവയെല്ലാം മാറി കിട്ടുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതൊന്നും കോരി മാറ്റാം. നമുക്ക് ബാക്കിയുള്ള ചിക്കൻ കൂടി ഇതേപോലെ ഒന്ന് വറുത്ത് കോരി എടുക്കാം. വളരെ ടേസ്റ്റാണ്, എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കൂ. അപ്പോൾ അടുത്ത ബാച്ച് ഞാൻ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി അതേ പാനിൽ തന്നെ ഞാൻ കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 തക്കാളി വട്ടത്തിൽ അരിഞ്ഞതും അതുപോലെ തന്നെ എരിവിന് വേണ്ടി 3-4 പച്ചമുളക് കീറിയത് കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ അരച്ച് മാറ്റി വെച്ചിരുന്ന ബാക്കി വന്ന മസാലക്കൂട്ടില്ലേ അത് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് അല്പം ജാറ് കഴുകിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളമെല്ലാം വറ്റി നമ്മുടെ കൂട്ട് നല്ലോണം ഒന്ന് ഡ്രൈ ആയി കിട്ടണം. അതുവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ തക്കാളിയുടെ ടേസ്റ്റും അതുപോലെ നമ്മൾ അരച്ച് വെച്ച ഈ മസാലയുടെ ടേസ്റ്റും എല്ലാം കൂടെ ചേരുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ ഈ ഗ്രേവി നല്ലോണം ഒന്ന് കുക്കായി കിട്ടണം. കാരണം നമ്മൾ ഇവിടെ സവാളയൊക്കെ അരച്ച് ചേർത്തിട്ടുള്ളതാണ്. ഇത് നല്ലോണം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് കൂടി ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് കോരി വെച്ചിരുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇതും ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ തന്നെ വറുത്ത് കോരി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഗ്രേവി എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ നല്ലോണം വെട്ടി തിളച്ച വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. അതേ ചൂടോടുകൂടി തന്നെ നമുക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കാതിരിക്കുക. നല്ലോണം തിളച്ച വെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതോടെ ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച്
കുക്ക് ചെയ്യാം. ഒരല്പം പെപ്പർ പൗഡർ കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുരുമുളകിൻ്റെ ടേസ്റ്റാണ് ഇതിൽ മുന്നിട്ട് നിൽക്കാനുള്ളതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ കുരുമുളക് കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒരു 4-5 മിനിറ്റ് തന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ദേവീസ് പ്ലാൻ എന്ന എൻ്റെ കുഞ്ഞു ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.